ഹലോ കൂട്ടുകാരെ, അങ്ങനെ ഇന്ന് ഞാൻ തുണി അഴുകി കഴിഞ്ഞപ്പോഴത്തേനും അമ്മ താണ്ട് നല്ല അടിപൊളി കേക്കൊക്കെ ഉണ്ടാക്കി പറഞ്ഞു കേട്ടോ. ഞാൻ ഇത് രണ്ടാമത്തെ പ്രാവശ്യമാണ് കഴിക്കുന്നത്, എന്നാലും ഒരു ആശ തോന്നി അങ്ങ് അമ്മയോട് പറഞ്ഞതാട്ടോ. ഇതിനകത്ത് ചേരുവകൾ നമ്മൾ ആദ്യമേ ഒരു പഞ്ചസാര അര കപ്പോളം പഞ്ചസാര എടുത്ത് മെൽറ്റ് ചെയ്ത്, എന്നിട്ട് നമ്മൾ ഇതിനകത്ത് അരക്കേണ്ടുള്ളത് 6 ബ്രെഡ്, 2-3 മുട്ട, ഏലക്ക, പാല്, പഞ്ചസാര. അതിനകത്തും പഞ്ചസാര ഇടണം. നിങ്ങൾക്ക് ആവശ്യത്തിന് പഞ്ചസാര ഇട്ട് അടിച്ച് ഒരു പാത്രത്തിലോട്ട് മെൽറ്റ് ചെയ്ത് വെച്ചിരുന്നത് ഒഴിച്ച് ഈ മിക്സ് ചെയ്ത് വെച്ചിരുന്നതും കൂടെ ഒഴിച്ച് വേവിക്കാൻ വെക്കുമ്പോൾ ഇഡ്ഡലിക്കൂട്ടത്തിനകത്ത് വേവിക്കാൻ വെക്കുന്നത്. കേക്ക് ഉണ്ടാക്കുന്നവരുടെ അതുണ്ടെങ്കിൽ അതങ്ങനെ ചെയ്യാം കേട്ടോ. ഞങ്ങൾ ഇഡ്ഡലിക്കൂട്ടത്തിനകത്താണ്, ഞാനത് കഴിക്കാൻ വേണ്ടിയിട്ട് വന്ന് നിൽക്കുകയാണ് കേട്ടോ. അത് എങ്ങനെ ഇരിക്കും എന്ന് കാണാനുള്ള ഒരു ആവേശം. എടുത്ത് തട്ടി അങ്ങ് മറിക്കുകയാണെ. ചൂടുണ്ട് കേട്ടോ, നല്ല ചൂടുണ്ട്. ഇതാണ് കേട്ടോ ഞങ്ങൾ ഉണ്ടാക്കിയ കേക്ക്. താണ്ടേ മുറിഞ്ഞു പോയി കേട്ടോ, അപ്പം ഇതെടുത്തും കൂടെ വെക്കാൻ പറ്റില്ല, ഭയങ്കര ചൂടാ. നല്ല ജല്ലിയിട്ടിരിക്കുന്നു, അല്ലേ മക്കള? അടിപൊളി കേട്ടോ. ഇച്ചിരി ഒന്ന് മുറിഞ്ഞു കേട്ടോ. കുറച്ചേ മുറിഞ്ഞിട്ടുള്ളൂ, പക്ഷെ ടേസ്റ്റും ഉണ്ട്, മണത്തിനൊന്നും ഒരു വ്യത്യാസവും ഇല്ല കേട്ടോ. അങ്ങനെ ഇതിനകത്ത് നമുക്ക് വേണമെങ്കിൽ വേറെ എന്ത് വേണമെങ്കിലും നിങ്ങൾക്ക് ചേർക്കാം കേട്ടോ. ഇത് വേറെ എന്ത് വേണം ചേർക്കാം, പക്ഷെ ഇതെനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. ഞാൻ ഫോൺ കണ്ടുകൊണ്ടിരുന്നപ്പോഴാണ് ഒരു ആൻറ്റി ഇതിങ്ങനെ ഉണ്ടാക്കുന്ന ഒരു വീഡിയോ ഞാൻ കണ്ടത്. അപ്പം എനിക്ക് ആശ കയറിയതാണ്. ഞാൻ അപ്പം തന്നെ കടയിൽ പോയി മുട്ടയും ബ്രെഡും ഒക്കെ വാങ്ങിയിട്ട് വന്നിട്ടുണ്ട് കേട്ടോ. ഒന്ന് പൊട്ടിപ്പോയതേ ഉള്ളേ. അത് നമുക്കിതൊന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കാം. അമ്മ ഒരു സ്പൂൺ. ഞങ്ങൾ ആദ്യമേ ഒരു ദിവസം ഉണ്ടാക്കിയപ്പം അത് കഴിഞ്ഞ വർഷം തന്നെയാണ് അത് ഞങ്ങൾ ഉണ്ടാക്കിയത്. അതുണ്ടാക്കിയപ്പം ഇത് ഭയങ്കര അല്ല അങ്ങനെ മുറിക്കണ്ട, ഞാൻ ആദ്യമേ ടേസ്റ്റ് അടിപൊളി കേട്ടോ. നല്ല ടേസ്റ്റ് ഉണ്ട്, ബ്രെഡിൻ്റെ ടേസ്റ്റാണ്, എന്നാലും അടിപൊളിയായിട്ടുണ്ട് കേട്ടോ. അപ്പം നിങ്ങളിത് വീട്ടിലൊന്ന് ട്രൈ ചെയ്ത് നോക്കണേ. വൈകിട്ടത്തെ പലഹാരമായിട്ട് കഴിക്കാൻ നല്ല അടിപൊളിയൊരു സാധനമാണ്. പിന്നെ നിങ്ങൾക്ക് എല്ലാവർക്കും സുഖമാണ്, നിങ്ങൾക്ക് എല്ലാവർക്കും സുഖമാണെന്ന് ഞാൻ കരുതുന്നു. അപ്പം ഞാൻ അടുത്തൊരു വീഡിയോ ആയിട്ട് വരുന്നുണ്ട്. ബൈ ബൈ.